അതിന്റെ പെരുന്നാളാണ് അതിന് തരും അമ്പലത്തിൽ വെച്ച് തൊഴുതു ചെയ്തു. അതിന് പിറന്നാൾ അതിനോട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കരിങ്കാളികാവിലായിരുന്നു കേട്ടോ പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ കോട്ടോയിൽ ഒറ്റ നേർന്നുണ്ടായിരുന്നു. അതിന് ചൊവ്വാഴ്ച സാധാരണ പിറന്നാൾ തന്ന ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭക്തിയാവാമെന്ന് വിചാരിച്ചിട്ടാണ് 2-3 അമ്പലത്തിൽ പോയത് കേട്ടോ. അപ്പോൾ കോട്ടോയിൽ ഒറ്റ നേർന്നു ഞങ്ങൾ നേരെ കുനിയേൽ അമ്പലത്തിൽ പാൽപ്പായസമായിരുന്നു കഴിപ്പിച്ചിരുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ആയി നല്ല ഉഷാറിലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുനിയേൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ കാള ഉണ്ടാവും, നന്ദി ഉണ്ടാവും, വലുതാണ്, ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉച്ചയ്ക്ക് സദ്യയൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ച് രാത്രിയായ സമയത്ത് ഞങ്ങൾ ബീച്ചിലേക്കായിരുന്നു പോയത്. ബീച്ചിലേക്ക് പോകുന്നത് തന്നെ ഒരു വലിയ കഥയായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ 2 കാറുണ്ട്, പക്ഷേ എങ്കിൽ ഡ്രൈവറില്ല. അങ്ങനെ ഡ്രൈവറൊക്കെ ഒപ്പിച്ച് വന്ന സമയത്തേക്കും നമ്മുടെ കാറിന് ചെറിയൊരു ആക്സിഡൻറ്റും പറ്റി. അങ്ങനെ എല്ലാം കൂടി ഒരുങ്ങിയൊക്കെ നിന്ന സ്ഥിതിക്ക് എന്തായാലും ഒറ്റ മൈൻഡിൽ എന്തായാലും കോഴിക്കോട് പോകണം എന്നുള്ള നിർബന്ധം. അങ്ങനെ സാബുചേട്ടൻ്റെ കാറും എടുത്ത് ഞങ്ങൾ അച്ചുവേട്ടനെയും കൃഷ്ണേനെയും കൂട്ടി ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ നിന്ന് ആയി ഭയങ്കര കളിയിലായിരുന്നു, പിടിച്ചിട്ട് കിട്ടില്ല. അങ്ങനെ കുറേ കളിപ്പാടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 12:30 ആയിട്ടുണ്ടാവും നമ്മൾ തിരിച്ചു പോരാൻ. ആയുവിന് അരിയിൽ എഴുതിക്കാണ്ട് നോൽമ്പുണ്ടായതുകൊണ്ട് വെജ് കഴിക്കാൻ വിചാരിച്ച് ഹോട്ടലിൽ കയറിയപ്പോൾ ആണെങ്കിലോ നമുക്കൊന്നും ഫുഡ് കിട്ടിയില്ല ഗൈസ്, സമയം കഴിഞ്ഞു പോയതുകൊണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് തന്നെ പോകും.